ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Aathis Accadamy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? ഒരു യൂണിഫോം സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്? നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ട് നടത്തുന്ന അസംഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അടുത്ത് നമുക്ക് ഏതൊക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് നോക്കാം. അത് ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എല്ലാ ബിസിനസ്സിനെയും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓണറിന് നമ്മൾ ക്രെഡിറ്ററായിട്ടും ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബിസിനസ് ബോറോ ചെയ്ത ഫണ്ടായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓണറുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും പേഴ്സണൽ ഇൻകംസും എക്സ്പെൻഡിച്ചേഴ്സും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാവുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ്, റിസീപ്റ്റ് ഓഫ് ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ട്. ഇതൊരു കണ്ടിന്യൂയിങ് ബിസിനസ്സാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ബിസിനസ് ഉടനെ ഒന്നും നമുക്ക് പൂട്ടിപ്പോവില്ല, അതൊരു നീണ്ട കാലത്തേക്കുള്ളതാണ് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതും ഡിപ്രീസിയേഷൻസ് എല്ലാം നമ്മൾ ഇയർ ബൈ ഇയർ ആയിട്ട് ചാർജ് ചെയ്യുന്നതും. അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും: ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും. ഈ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു ട്രാൻസാക്ഷനിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ വന്നാൽ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ രണ്ട് സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതത് വർഷം ഉണ്ടാകുന്ന എക്സ്പെൻസ് അതത് വർഷമായിട്ടുള്ള റവന്യൂ ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ വർഷം ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നടത്താറുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനും പ്രീപെയ്ഡ് എക്സ്പെൻസിനും അതതായ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഓരോ ഐറ്റത്തിനും നേരെ കറക്റ്റായിട്ട് നടത്തി പോരാറുണ്ട്. അടുത്താണ് കോസ്റ്റ് കൺസെപ്റ്റ്. എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ്? കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അസറ്റ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ പർച്ചേസ് പ്രൈസിലായിരിക്കും, അല്ലാതെ മാർക്കറ്റ് പ്രൈസിലായിരിക്കില്ല. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും എപ്പോഴും അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലായിരിക്കും. അടുത്തത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര നാളത്തേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമലി അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 months ആണ്. അത് 1st April തൊട്ട് 31st March വരെയാണ്. ഈ ഒരു ടൈമിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുത്തത് റിയലൈസേഷൻ കൺസെപ്റ്റ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പർച്ചേസർക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഒരു റവന്യൂ റിയലൈസ് ചെയ്തത് അപ്പോൾ തന്നെ നമ്മളതിനെ റെക്കോർഡ് ചെയ്യും. ഇത് ക്യാഷ് റിയലൈസ് ചെയ്തതുമായി ബന്ധപ്പെട്ടതല്ല, നമുക്ക് ആ ആക്ച്വൽ സെയിൽ അവിടെ നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഈ ഒരു കൺസെപ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സെയിൽ നടന്നത് ഈ മാസം ജനുവരിയിലാണ്, പക്ഷേ പേയ്മെൻറ്റ് നമുക്ക് ഏപ്രിലാണെങ്കിലും നമ്മൾ ആ സെയിൽസിനെ കാണിക്കും. പക്ഷേ നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും മണി റിസീവ് ചെയ്തേക്കുകയാണെങ്കിൽ സെയിൽസിന് മണി റിസീവ് ചെയ്തേക്കാണ്, പക്ഷേ ആക്ച്വൽ സെയിൽസ് അടുത്ത ഇയറിലാണെങ്കിൽ നമ്മളത് കാണിക്കില്ല.
അടുത്തത് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസിനും ഒരു സോഴ്സ് ഡോക്യുമെൻറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സസ്, വൗച്ചേഴ്സ്, ക്യാഷ് മെമ്മോസ്, ബിൽസ്, ഇതൊക്കെ വെച്ച് എല്ലാ ട്രാൻസാക്ഷൻസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് അക്രൂവൽ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. സെറ്റിൽമെൻറ്റ് നടത്തിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് റെലവൻ്റ് അല്ല. അതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അതിലൊന്നാമത്തെയാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും പ്രാക്ടീസും തന്നെയായിരിക്കണം അടുത്ത വർഷങ്ങളിലെല്ലാം ഫോളോ ചെയ്യേണ്ടത്. ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഈ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി വഴി നമുക്ക് പല പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ്, അക്കൗണ്ടിൻ്റെ പല പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഇതനുസരിച്ച് നമ്മൾ ഫിനാൻഷ്യൽ അഫയേഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിന് താഴെ ഫുട് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മെയിൻലി അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീജൻ ലൈബിലിറ്റീസും മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മളതിന് താഴെ ബാലൻസ് ഷീറ്റിന് താഴെ ഇതിൻ്റെ ഫുട് നോട്ടായിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഈ ഒരു പ്രിൻസിപ്പിളിന് ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. നമ്മൾ പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ല, പക്ഷേ ലോസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണിക്കണം. ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, അതൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേഷൻ ഓഫ് കോസ്റ്റായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. അടുത്തത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചാൽ മതി. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇറലവൻ്റ് ആയിട്ടുള്ളതും ഇൻസിഗ്നിഫിക്കൻ്റും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.